Welcome to Technical Education Series program on electronic devices and circuits. In the 9th session of this program, we are discussing on part 3 of module 2, power amplifiers. In this session, we will cover the topics requirements of power amplifiers, comparison with voltage amplifier, impedance matching in power amplifier, classification of power amplifiers, class A, class AB, class B, and class C power amplifiers. Power amplifiers. ദൈനംദിന ജീവിതത്തിൽ നാം നിരവധി സിഗ്നൽ പ്രോസസ്സിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. റേഡിയോ, TV, മൊബൈൽ ഫോൺ, സ്റ്റീരിയോ സിസ്റ്റം, PA സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം തുടങ്ങിയവയെല്ലാം സാധാരണയായി ഉപയോഗിച്ചു വരുന്ന സിഗ്നൽ പ്രോസസ്സിംഗ് ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങളിലെല്ലാം അവസാന ഭാഗം ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലോഡായിരിക്കും. മിക്ക ഉപകരണങ്ങളിലും ഈ ലോഡ് ഇലക്ട്രിക് ഊർജത്തെ മറ്റേതെങ്കിലും രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ട്രാൻസ്ഡ്യൂസറുകൾ ആയിരിക്കും. ഉദാഹരണമായി റേഡിയോ റിസീവറിൽ ലോഡ് ഇലക്ട്രിക് സിഗ്നലിനെ സൗണ്ട് സിഗ്നലാക്കി മാറ്റുന്നതിനുള്ള ലൗഡ് സ്പീക്കറും TV റിസീവറിൽ ഇലക്ട്രിക് സിഗ്നലിനെ ലൈറ്റ് എനർജിയാക്കി മാറ്റുന്നതിനുള്ള പിക്ചർ ട്യൂബുമാണ്. ഇങ്ങനെയുള്ള ഒരു ലോഡ് പ്രവർത്തിപ്പിക്കുന്നതിന് മതിയായ അളവിലുള്ള പവർ ആവശ്യമാണ്. അതിനാൽ എല്ലാ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലും അവസാനത്തെ സ്റ്റേജ് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലോഡ് പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ പവർ നൽകുന്നതിന് വേണ്ടിയുള്ള പവർ ആംപ്ലിഫയറുകളായിരിക്കും. ഇതുവരെ നാം പ്രതിപാദിച്ചിരുന്നത് ഇൻപുട്ട് സിഗ്നലിന്റെ വോൾട്ടേജ് നില ഉയർത്തുന്നതിന് വേണ്ടിയുള്ള വോൾട്ടേജ് ആംപ്ലിഫയറുകളെ കുറിച്ചായിരുന്നു. എന്നാൽ വോൾട്ടേജ് ആംപ്ലിഫയർ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ നടത്തുന്ന രൂപത്തിൽ പവർ ആംപ്ലിഫയർ പവർ ആംപ്ലിഫിക്കേഷൻ നടത്തുന്നതല്ല. ഇവിടെ പവർ ആംപ്ലിഫയർ DC സോഴ്സിൽ നിന്നും ലഭ്യമാകുന്ന DC പവറിനെ ഉപയോഗപ്രദമായ AC സിഗ്നൽ പവറാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വോൾട്ടേജ് ആംപ്ലിഫയറിനെ അപേക്ഷിച്ച് പവർ ആംപ്ലിഫയറിൽ കൂടുതൽ അളവിൽ വോൾട്ടേജ് വ്യതിയാനവും കറണ്ട് വ്യതിയാനവും സൃഷ്ടിക്കപ്പെടുന്നതായിരിക്കും. അതിനാൽ പവർ ആംപ്ലിഫയറുകൾക്ക് കൂടിയ പവർ ഗെയിനും ക്ഷമതയും ആവശ്യമാണ്. ഒരു പവർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ കൂടുതൽ പവർ ലഭ്യമാകണമെങ്കിൽ അതിന്റെ ഇൻപുട്ടിൽ നൽകുന്ന സിഗ്നലിന്റെ വോൾട്ടേജ് ലെവൽ കൂടുതലായിരിക്കണം. അതിനാൽ പവർ ആംപ്ലിഫയറുകളെ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്നും വിളിക്കാവുന്നതാണ്. പവർ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ നൽകുന്ന സിഗ്നൽ വോൾട്ടേജ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പവർ ആംപ്ലിഫയറുകൾക്ക് തൊട്ടു മുമ്പിലുള്ള സ്റ്റേജ് ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ ആയിരിക്കും. ഈ വോൾട്ടേജ് ആംപ്ലിഫയറിനെ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയാവുന്നതാണ്. A power amplifier is an electronic amplifier designed to increase the magnitude of power of a given input signal. It actually draws DC power from the DC supply and converts it into useful AC signal power to drive loads. A power amplifier has to handle large voltage and current swings, and so it must have large power gain and high efficiency. To obtain large power output, its input signal voltage must be large. Due to this reason, power amplifiers are also called large signal amplifiers. To get large signal input, power amplifiers are preceded by a voltage amplifier. These voltage amplifiers are called small signal amplifiers. ഇനി ഒരു പവർ ആംപ്ലിഫയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Requirements of a power amplifier. To achieve large power amplification, the power amplifier has the following features.
transistor of large size and collector area to dissipate the heat produced in the transistor during operation. പവർ ആംപ്ലിഫയറിൽ കൂടിയ അളവിലുള്ള കറണ്ട് പ്രവാഹം വഴി ഉണ്ടാകുന്ന താപം വ്യാപനം ചെയ്യുന്നതിന് വേണ്ടി ഇതിലുപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ വലുപ്പവും കളക്ടർ വിസ്തീർണവും കൂടുതലായിരിക്കണം. അടുത്തത് transistor of thick base region to handle large current and hence small beta. കൂടിയ അളവിലുള്ള ബേസ് കറണ്ട് താങ്ങുന്ന വിധം ട്രാൻസിസ്റ്ററിൽ ബേസ് റീജിയൻ കൂടുതൽ കട്ടിയുള്ളതായിരിക്കണം. അടുത്തത് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഫോർ ഇംപിഡൻസ് മാച്ചിങ്. പവർ കൈമാറ്റം ചെയ്യുമ്പോൾ ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടി ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നവയായിരിക്കും. നെക്സ്റ്റ്, ലോ കളക്ടർ ലോഡ് റെസിസ്റ്റൻസ് ടു റെഡ്യൂസ് പവർ ലോസ്. പവർ ലോസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ലോഡ് റെസിസ്റ്റൻസ് വളരെ ലോ ആയിരിക്കണം. വോൾട്ടേജ് ആംപ്ലിഫയർ വേഴ്സസ് പവർ ആംപ്ലിഫയർ. വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ കേസിൽ ബേസിക്കലി സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് നൽകുന്ന സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ സിഗ്നൽ ആയതുകൊണ്ട് ഈ ആംപ്ലിഫയേഴ്സിനെ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നു. എന്നാൽ പവർ ആംപ്ലിഫയറിന്റെ കേസിൽ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. പവർ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് നൽകുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും, അതുകൊണ്ട് അവയെ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നു. വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ കേസിൽ പവർ ഔട്ട്പുട്ട് ഈസ് ലോ. വോൾട്ടേജ് ആംപ്ലിഫയറിൽ നിന്നും ലഭ്യമാകുന്ന ഔട്ട്പുട്ട് പവർ കുറവായിരിക്കും, എന്നാൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. പവർ ആംപ്ലിഫയറിന്റെ കേസിൽ വോൾട്ടേജ് ഔട്ട്പുട്ട് ഈസ് ലോ. ഇവിടെ വോൾട്ടേജ് കുറവും എന്നാൽ പവർ കൂടുതലായിരിക്കും. കറന്റ് ഡ്രോൺ ഫ്രം VCC ഈസ് ലോ. ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ നാം നൽകുന്ന VCCയിൽ നിന്നും കൺസ്യൂം ചെയ്യുന്ന കറണ്ടിന്റെ അളവ് വളരെ കുറവായിരിക്കും. എന്നാൽ പവർ ആംപ്ലിഫയറിന്റെ കേസിൽ കറന്റ് ഡ്രോൺ ഫ്രം VCC ഈസ് ഹൈ. വളരെ കൂടുതൽ കറണ്ട് VCCയിൽ നിന്നും കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ലീനിയർ പോർഷൻ. വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഓപ്പറേഷൻ ലീനിയർ പോർഷനിൽ മാത്രമായിരിക്കും, അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് വിത്തിൻ ദി ആക്റ്റീവ് റീജിയൻ മാത്രമായിരിക്കും. എന്നാൽ പവർ ആംപ്ലിഫയറിന്റെ കേസിൽ നോൺ ലീനിയർ ഓപ്പറേഷൻ ഈസ് ആൾസോ അലൗഡ്. പവർ ആംപ്ലിഫയർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് പോയിന്റ് കട്ട് ഓഫ് റീജിയനിലോട്ടോ അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലേക്കോ മാറാനുള്ള സാധ്യത ഉള്ളതാണ്. വോൾട്ടേജ് ആംപ്ലിഫയർ ഔട്ട്പുട്ട് മസ്റ്റ് ബി ഫ്രീ ഫ്രം ഡിസ്റ്റോർഷൻ. വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഓപ്പറേഷൻ ലീനിയർ പോർഷനിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്തതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് ഡിസ്റ്റോർഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. എന്നാൽ റീസണബിൾ ഡിസ്റ്റോർഷൻ ഈസ് പെർമിറ്റഡ്. ന്യായമായിട്ടുള്ള ഡിസ്റ്റോർഷൻ പവർ ആംപ്ലിഫയറിൽ അനുവദനീയമാണ്. വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ കേസിൽ ട്രാൻസിസ്റ്റേഴ്സ് യൂസ്ഡ് ആർ ഓഫ് ലോ കറണ്ട് റേറ്റിംഗ് ആൻഡ് ലാർജ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. കറണ്ട് റേറ്റിംഗ് കുറവും എന്നാൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് കൂടുതലുമുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ് വോൾട്ടേജ് ആംപ്ലിഫയറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ പവർ ആംപ്ലിഫയറിന്റെ കേസിൽ ട്രാൻസിസ്റ്റർ ഷുഡ് ഹാവ് ഹൈ കറണ്ട് റേറ്റിംഗ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ലോ ഔട്ട്പുട്ട് ഇംപിഡൻസും കൂടുതൽ കറണ്ട് റേറ്റിംഗുമുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ പവർ ആംപ്ലിഫയേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വോൾട്ടേജ് ആംപ്ലിഫയർ യൂഷ്വലി RC കപ്ലിംഗ് ഈസ് യൂസ്ഡ്. വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ കേസിൽ ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ട് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി RC കപ്ലിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പവർ ആംപ്ലിഫയറിന്റെ കേസിൽ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ കേസിൽ യൂസ്ഡ് ടു ഫോം ദി ഏർലി സ്റ്റേജസ് ഓഫ് ദി സിഗ്നൽ പ്രോസസ് സിസ്റ്റം. ഒരു സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലെ ആദ്യ സ്റ്റേജുകളിലാണ് വോൾട്ടേജ് ആംപ്ലിഫയർ ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ പവർ ആംപ്ലിഫയറിന്റെ കേസിൽ യൂസ്ഡ് ആസ് ദി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദി സിഗ്നൽ പ്രോസസ് സിസ്റ്റം. സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലെ അവസാനത്തെ സ്റ്റേജുകളിലാണ് പവർ ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. ഇംപിഡൻസ് മാച്ചിങ് ഇൻ പവർ ആംപ്ലിഫയേഴ്സ്. ഒരു പവർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്ന AC പവർ
അതിൻ്റെ പരമാവധി അളവിൽ ലോഡിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസും ലോഡ് ഇംപിഡൻസും തമ്മിൽ മാച്ചിങ് നടക്കേണ്ടത് അത്യാവശ്യമാണ്. കൃത്യമായ ഇംപിഡൻസ് മാച്ചിങ് ഇല്ലാതെ വരുന്നത് ഔട്ട്പുട്ട് പവർ നഷ്ടപ്പെടാൻ കാരണമാവും. ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാണ് പവർ ആംപ്ലിഫയറിൽ ഇംപിഡൻസ് മാച്ചിങ് നടത്തുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. The power generated from the amplifier must be transferred to the load to the maximum extent. To satisfy this condition of maximum power transfer, proper impedance matching is to be done between the device output and the load. Otherwise, it results in loss of power output. Usually, a transformer called output transformer is used for this purpose. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ഭാഗത്തെയും സെക്കൻഡറി ഭാഗത്തെയും ചുറ്റുകളുടെ എണ്ണം ക്രമീകരിച്ചാണ് ഇംപിഡൻസ് മാച്ചിങ് സാധ്യമാക്കുന്നത്. ഇവിടെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ലോഡ് റെസിസ്റ്റൻസ് RL പ്രൈമറി ഭാഗത്തേക്ക് പ്രതിഫലിപ്പിക്കുന്ന റെസിസ്റ്റൻസ് R'L എത്രയാണ് എന്ന് കണക്കാക്കിയാണ് ട്രാൻസ്ഫോമറിന്റെ ചുറ്റുകളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന N1/N2 is the turns ratio, V1/V2 is the primary bar secondary voltages, I1/I2 is the primary bar secondary current, RL is the load resistance, R'L resistance seen looking into the primary of the transformer. ഇവിടെ സെക്കൻഡറിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന RLന്റെയും അത് പ്രൈമറിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന R'Lന്റെയും റേഷ്യോ അടിസ്ഥാനത്തിലാണ് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുന്നത്. ഇതിനായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, the ratio of the primary resistance to the secondary is determined as R'L divided by RL is equal to V1 divided by I1 divided by V2 divided by I2. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ V1 bar V2 into I2 bar I1 എന്ന് എഴുതാവുന്നതാണ്. That is equal to N1 bar N2 into N1 bar N2. That is equal to N1 bar N2 the whole square. So that R'L is equal to N1 bar N2 the whole square into RL. ഈ എക്സ്പ്രഷന്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി ചുറ്റുകളുടെയും സെക്കൻഡറി ചുറ്റുകളുടെയും എണ്ണം തിട്ടപ്പെടുത്തി ഇംപിഡൻസ് മാച്ചിങ് നടത്താവുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയേഴ്സ്. പവർ ആംപ്ലിഫയറുകളുടെ ഇൻപുട്ടിൽ നൽകുന്നത് ആംപ്ലിറ്റ്യൂഡ് കൂടുതലുള്ള സിഗ്നലുകളാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ കൂടുതൽ ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നൽ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ലഭിക്കാനിടയാവുമ്പോൾ അത് ബേസ് ബയാസിൽ കാര്യമായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുകയും ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻ സാച്ചുറേഷൻ റീജിയണിലേക്കോ കട്ട് ഓഫ് റീജിയണിലേക്കോ മാറുന്നതിനിടയാവുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇൻപുട്ട് സിഗ്നലിന്റെ മുഴുവൻ സമയവും കളക്ടർ കറണ്ട് പ്രവാഹം ഉണ്ടാവണമെന്നില്ല. ഇവിടെ കളക്ടർ കറണ്ട് പ്രവാഹം ഉണ്ടാകുന്ന സമയപരിധിയെ അടിസ്ഥാനപ്പെടുത്തി പവർ ആംപ്ലിഫയറുകളെ ക്ലാസ് എ, ക്ലാസ് എ ബി, ക്ലാസ് ബി, ക്ലാസ് സി എന്നിങ്ങനെ 4ആയി തരം തിരിക്കാവുന്നതാണ്. On the basis of the mode of operation, that is the portion of the input cycle during which collector current flows, the power amplifiers may be classified as class A, class AB, class B and class C. ഇവയിൽ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ക്ലാസ് എ പവർ ആംപ്ലിഫയർ. ഇൻപുട്ട് സിഗ്നലിന്റെ മുഴുവൻ സമയവും കളക്ടർ കറന്റ് പ്രവഹിക്കുന്ന രീതിയിലാണ് ക്ലാസ് എ ആംപ്ലിഫയർ പ്രവർത്തിക്കുന്നത്. ഇവിടെ ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻ ആക്റ്റീവ് റീജിയണിൽ മാത്രമായിരിക്കും. ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് പോയിന്റ് കട്ട് ഓഫ് റീജിയണിലേക്കോ സാച്ചുറേഷൻ റീജിയണിലേക്കോ
നീങ്ങാതിരിക്കുന്നതിന് വേണ്ടി ലോഡ് ലൈനിന്റെ മധ്യഭാഗത്ത് വരത്തക്ക വിധത്തിലാണ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് സിഗ്നലിന്റെ മുഴുവൻ സമയവും കളക്ടർ കറന്റ് പ്രവഹിക്കുന്നത് കൊണ്ട് ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും ഒരേ ഷേപ്പിലായിരിക്കും. ആയതിനാൽ ക്ലാസ് എ പവർ ആംപ്ലിഫയറിൽ ഡിസ്റ്റോർഷൻ വളരെ കുറവായിരിക്കും. ക്ലാസ് എ ഓപ്പറേഷൻ മോഡിൽ ട്രാൻസിസ്റ്റർ മുഴുവൻ സമയവും കണ്ടക്ഷൻ അവസ്ഥയിലായതുകൊണ്ട് ട്രാൻസിസ്റ്റർ കൺസ്യൂം ചെയ്യുന്ന പവർ കൂടുതലും ഔട്ട്പുട്ടിലോട്ട് ലഭ്യമാകുന്ന പവർ കുറവുമായിരിക്കും. അതിനാൽ ക്ലാസ് എ പവർ ആംപ്ലിഫയറിന്റെ ക്ഷമത 50% താഴെയായിരിക്കും. സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ സ്റ്റേജുകളിലാണ് ക്ലാസ് എ ആംപ്ലിഫയർ ഉപയോഗിച്ചു വരുന്നത്. In class A power amplifier, the collector current flows at all times during the full cycle of the input signal. To obtain class A operation, the operating point Q is set in the middle of the load line so that the swing of Q point will be within the active region only. Since the collector current flows during the complete cycle of the input signal, output shape is exactly same to the input waveform. Thus, class A amplifiers have minimum distortion. As the transistor is in conducting state for both the half cycles, it consumes more power, and this results in the decrease of overall efficiency to less than 50%. Class A power amplifiers are used in single-ended power amplifier systems for amplifying signals of small amplitude. Class AB power amplifier. ഇൻപുട്ട് സിഗ്നലിന്റെ ഒരു ഹാഫ് സൈക്കിളിനേക്കാൾ കൂടുതലും എന്നാൽ ഫുൾ സൈക്കിളിനേക്കാൾ കുറവും സമയം കളക്ടർ കറന്റ് പ്രവഹിക്കുന്ന രീതിയിലാണ് ക്ലാസ് എ ബി ഓപ്പറേഷൻ. ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കട്ട് ഓഫ് പോയിന്റിന് തൊട്ട് മുകളിൽ വരത്തക്ക രീതിയിലാണ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് നൽകിയിരിക്കുന്നത്. ക്ലാസ് എ ബി ഓപ്പറേഷനിൽ ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്തും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കുറഞ്ഞ സമയത്തും ഇൻപുട്ട് സർക്യൂട്ട് ഫോർവേഡ് ബയാസ് അവസ്ഥയിലായിരിക്കുന്നതും കളക്ടർ കറന്റ് പ്രവഹിക്കുന്നതുമാണ്. എന്നാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ അവശേഷിക്കുന്ന സമയം ഇൻപുട്ട് സർക്യൂട്ട് കട്ട് ഓഫ് അവസ്ഥയിലായിരിക്കുന്നതും കളക്ടർ കറന്റ് പ്രവാഹം നിലയ്ക്കുന്നതുമായിരിക്കും. In this type of power amplifier, collector current flows for a period of more than half cycle but less than one cycle of the input signal. For class AB operation, the operating point is located near cutoff. In this case, input circuit will be forward biased during the complete positive half cycle and also for a small portion of the negative half cycle of the input signal. But for the remaining portion of the negative half cycle, the input circuit is reverse biased and no collector current flows for this period. ഇവിടെ ഇൻപുട്ട് സിഗ്നലിന്റെ മുഴുവൻ സമയവും കളക്ടർ കറന്റ് പ്രവാഹമില്ലാത്തത് കൊണ്ട് ക്ലാസ് എ ആംപ്ലിഫയറിനെ അപേക്ഷിച്ച് ക്ലാസ് എ ബി ആംപ്ലിഫയറിൽ ഡിസ്റ്റോർഷൻ കൂടുതലായിരിക്കും. എന്നാൽ ട്രാൻസിസ്റ്റർ കുറഞ്ഞ സമയത്തേക്ക് കട്ട് ഓഫ് അവസ്ഥയിലായിരിക്കുന്നത് കാരണം ക്ലാസ് എ ബി ആംപ്ലിഫയറിൽ പവർ കൺസംഷൻ ക്ലാസ് എയേക്കാളും കുറവായിരിക്കുന്നതും എന്നാൽ എഫിഷ്യൻസി 50% കൂടുതലുമായിരിക്കും. പുഷ് പുൾ രീതിയിലുള്ള പവർ ആംപ്ലിഫയർ സർക്യൂട്ടിലാണ് ക്ലാസ് എ ബി ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. The amount of distortion in class AB power amplifier is more than that of class A amplifier,
but efficiency is more than 50% since the transistor is off for a small period. Class AB amplifiers are used for power amplification in push-pull arrangement. Class B power amplifier. ഇൻപുട്ട് സിഗ്നലിന്റെ ഹാഫ് സൈക്കിൾ സമയത്ത് മാത്രം കളക്ടർ കറണ്ട് പ്രവഹിക്കുന്ന ആംപ്ലിഫയർ സജ്ജീകരണമാണ് ക്ലാസ് ബി ആംപ്ലിഫയർ. ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് പോയിന്റ് കട്ട് ഓഫ് സ്ഥാനത്ത് സെറ്റ് ചെയ്താണ് ക്ലാസ് ബി ഓപ്പറേഷൻ സാധ്യമാക്കുന്നത്. In class B amplifier, the collector current flows only during one half cycle of the input signal. For class B operation, the biasing circuit is so adjusted that the operating point Q lies at the cutoff, that is IC is equal to 0. ഇവിടെ ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഇൻപുട്ട് സർക്യൂട്ട് ഫോർവേഡ് ബയാസ് അവസ്ഥയിലും കളക്ടർ കറന്റ് പ്രവഹിക്കുന്നതുമാണ്. എന്നാൽ ഇൻപുട്ട് സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഇൻപുട്ട് സർക്യൂട്ട് റിവേഴ്സ് ബയാസ് അവസ്ഥയിലും കളക്ടർ കറന്റ് നിലക്കുന്നതുമായിരിക്കും. അതിനാൽ ഇൻപുട്ട് സിഗ്നലിന്റെ ഒന്നിടവിട്ടുള്ള ഹാഫ് സൈക്കിളുകൾ മാത്രമാണ് ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്നത്. ഈ കാരണത്താൽ ക്ലാസ് ബി ആംപ്ലിഫയറിൽ ഡിസ്റ്റോർഷൻ കൂടുതലായിരിക്കും. എന്നാൽ ട്രാൻസിസ്റ്റർ ഇൻപുട്ട് സിഗ്നലിന്റെ പകുതി സമയം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ പവർ കൺസംഷൻ കുറവായിരിക്കുന്നതും അതിന്റെ എഫിഷ്യൻസി 50%-നും 78.5%-നും ഇടയിലായിരിക്കുന്നതുമാണ്. During positive half cycle of the signal, the input is forward biased and collector current flows. But during negative half cycle of the signal, the input circuit is reverse biased and no collector current flows. Therefore, output from the class B amplifier will be a series of amplified alternate half cycle of the input signal. Since one half cycle of the input signal is cut off in class B amplifier, it suffers from severe distortion. At the same time, it provides higher output and high collector efficiency, which is 50% to 78.5%. Class B power amplifiers are mostly used for power amplification in push-pull arrangement. ക്ലാസ് സി പവർ ആംപ്ലിഫയർ. ക്ലാസ് സി ആംപ്ലിഫയറിൽ കളക്ടർ കറന്റ് പ്രവഹിക്കുന്നത് ഇൻപുട്ട് സിഗ്നലിന്റെ ഒരു ഹാഫ് സൈക്കിളിലും കുറഞ്ഞ സമയദൈർഘ്യത്തിൽ മാത്രമായിരിക്കും. ഇവിടെ ട്രാൻസിസ്റ്റർ ബേസിന് കുറഞ്ഞ റിവേഴ്സ് ബയാസ് നൽകി ഓപ്പറേറ്റിംഗ് പോയിന്റ് കട്ട് ഓഫ് പോയിന്റിനും താഴെയുള്ള ഒരു സ്ഥാനത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. In class C amplifier, the collector current flows for less than half cycle of the input signal. In this case, the Q point is fixed beyond the cutoff point by giving some reverse bias to the base. ഇവിടെ ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ ഇൻപുട്ട് സർക്യൂട്ട് ഫോർവേഡ് ബയാസിലാവുന്നതും കളക്ടർ കറന്റ് പ്രവഹിക്കുകയുമുള്ളൂ. ബാക്കി സമയങ്ങളിലെല്ലാം ഇൻപുട്ട് സർക്യൂട്ട് റിവേഴ്സ് ബയാസ് അവസ്ഥയിലായിരിക്കുന്നതും കളക്ടർ കറന്റ് പ്രവാഹം ഉണ്ടായിരിക്കുന്നതുമല്ല. ക്ലാസ് സി ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് ലഭ്യമാകുന്നത് ഇൻപുട്ട് സിഗ്നലിന്റെ ഹാഫ് സൈക്കിളിലും കുറഞ്ഞ സമയം മാത്രമായതുകൊണ്ട് ഡിസ്റ്റോർഷൻ ഏറ്റവും കൂടുതലായിരിക്കും. എന്നാൽ ട്രാൻസിസ്റ്റർ അധിക സമയവും കട്ട് ഓഫ് അവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻ വഴി നഷ്ടമാകുന്ന പവർ വളരെ കുറവായിരിക്കും. ഈ കാരണത്താൽ ക്ലാസ് സി ആംപ്ലിഫയറിന്റെ എഫിഷ്യൻസി ഏറ്റവും കൂടുതലാണ്, ഏകദേശം 80% RF ട്യൂൺഡ് ആംപ്ലിഫയറുകളായിട്ടാണ് ക്ലാസ് സി പവർ ആംപ്ലിഫയർ കൂടുതൽ ഉപയോഗിക്കുന്നത്. ട്രാൻസ്മിറ്ററുകളിൽ ഹാർമോണിക് ജനറേറ്ററായും ക്ലാസ് സി പവർ ആംപ്ലിഫയർ ഉപയോഗിച്ചു വരുന്നുണ്ട്. In this case,
the input circuit will be in forward bias state only during a small period of positive half cycle. Therefore, collector current flows for this period of positive half cycle. For the remaining period of the input signal, the input circuit will be in reverse bias state and no collector current flows. Since the collector current flows for less than half cycle of the input signal, the distortion in class C amplifier is more severe. However, as it consumes less power, it offers high efficiency, that is 80%, and high power output. Class C amplifiers are used as tuned amplifiers in RF range to amplify narrow band of frequencies in systems like radio and TV transmitters. It is also used as harmonic generators in transmitters. Next, comparison. നാം ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്ന ക്ലാസ് എ, ക്ലാസ് എ ബി, ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി പവർ ആംപ്ലിഫയേഴ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് കേസ്, കളക്ടർ കറന്റ് ഫ്ലോ. ഇൻ കേസ് ഓഫ് ക്ലാസ് എ, ഇറ്റ് ഈസ് ഫോർ ഓൾ സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. Class AB for greater than half cycle but less than one full cycle. Class B for one half cycle. Class C for less than half cycle. In the case of base bias, class A is kept forward bias. Class AB less forward bias. Class B zero bias. Class C reverse bias. Q point, middle of the load line in case of class A. In case of class AB, above cutoff. Class B at cutoff. Class C below cutoff. Power output, class A low, class AB more, class B high, class C higher. In the case of efficiency, class A poor, less than 50%, class AB more, greater than 50%, class B better, 78.5%, class C high, 80%. Distortion in case of class A no, class AB less, class B more, class C severe. Application, class A is using in single-ended power amplifiers. Class AB push-pull power amplifiers. Class B also in push-pull power amplifiers. Class C RF tuned amplifiers. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.